ആരോഗ്യത്തെക്കുറിച്ച് ഇന്ന് മനുഷ്യർ മറ്റേതൊരു കാലത്തേക്കാളും ഏറെ ശ്രദ്ധാലുക്കളാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഭക്ഷണം, വ്യായാമം, മാനസിക ഉല്ലാസം, അങ്ങനെ പലതിനും വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നു. ഓർക്കണം, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നാം വസിക്കുന്നത് വെറുമൊരു മൺകൂടാരത്തിലാണ് എന്നുള്ള ചിന്ത വിട്ടുകളയരുത്. നൂറ്റി വയസ്സ് പ്രായമായി എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ നാം പ്രചരിച്ച് കാണുന്നുണ്ട്. അത്ഭുതമായിരിക്കുന്നില്ലേ? അങ്ങനെ ജീവിക്കുവാൻ അനേകരും പരിശ്രമിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കാര്യം. എന്നാൽ ഞാനൊരു ദോഷൈക ദൃക്കായി സംസാരിക്കുന്നു എന്ന് പറയരുത്. നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാം മറക്കരുത്. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ക്ഷയിക്കാത്ത അകത്തെ മനുഷ്യനെ ക്ഷീണിപ്പിച്ച് കളയരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മുടെ അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ക്ഷീണവും വേദനകളും ജീവിതത്തിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഒന്നും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ മാറ്റരുത്. എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തീകരിക്കുവാൻ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി നമ്മിൽ വരുമ്പോൾ അത് കൂടുതൽ നമ്മെ ശക്തീകരിക്കുന്നു. ഇവിടെ നമുക്കുണ്ടാകുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. എന്നാൽ ക്രിസ്തുവിൽ നമുക്കുള്ളതോ പ്രത്യാശ, അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനമാകുന്നു നമുക്കുള്ളത്. ഇന്ന് കാണുന്നതൊക്കെ താൽക്കാലികമാകുന്നു. നിത്യമായ ഒന്ന് ലഭിക്കുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം അതിനായിട്ടായിരിക്കണം. അതത്ര വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം നമുക്കിന്ന് പഠിക്കുവാൻ ആരംഭിക്കാം. അതിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം. കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ ഊഹിക്കുന്നു, ആശിക്കുന്നു എന്നല്ല, ഞങ്ങൾ അറിയുന്നു. എന്തറിയുന്നു? ഞങ്ങളുടെ ഈ ശരീരം അഴിഞ്ഞുപോയാൽ കൈകളാൽ നിർമ്മിതമല്ലാത്ത ഒരു നിത്യഭവനം, ഒരു സ്വർഗീയ ശരീരം ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കത് ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന് യാഥാർത്ഥ്യമാക്കിക്കൊടുത്ത ഒന്നാണിത്. കൂടാരം എന്ന വാക്ക് പഴയ നിയമത്തിൽ നിന്നും എടുത്തതാണ്. മോശയും ദൈവജനങ്ങളും മരുഭൂമിയിൽ കൂടാരവാസികളായിരുന്നല്ലോ. പുറമെയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനുമുണ്ടല്ലോ. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിച്ചല്ലോ. പുറമെയുള്ളവൻ നശിക്കുന്നു, അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലപ്പെടുന്നു. തിരുവചനത്തിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കരുതുന്നവരുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നു അദ്ദേഹം കർത്താവിൻ്റെ അടുക്കൽ പോയി എന്ന്. പിന്നെയും പറയുന്നു ഒരു നാൾ ഇയാൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. ശരിയായ വസ്തുതകൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. കല്ലറയിൽ വെക്കുന്നത് വെറും ശരീരമാണ്. യഥാർത്ഥ മനുഷ്യൻ അവിടെ വിശ്രമിക്കുന്നില്ല. അവനൊരു ദൈവപൈതലായിരുന്നെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതലായിരുന്നുവെങ്കിൽ കർത്താവിനോടുകൂടെ ആയിക്കഴിഞ്ഞു. എൻ്റെ ഈ പ്രക്ഷേപണം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ താല്പര്യപ്പെട്ട് വരുന്നു എന്ന് വിചാരിക്കുക. വാസ്തവത്തിൽ അയാൾ എന്നെ കാണുന്നില്ല. ഞാൻ ആയിരിക്കുന്ന ഈ കൂടാരം, ഈ ശരീരം മാത്രം കാണുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം 12-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ വായിക്കുന്നത്, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നുപോകും.
പാട്ടുകാർ ഒക്കെയും തളരുകയും ചെയ്യും. വീട്ടുകാവൽക്കാർ നമ്മുടെ കാലുകളാണ്. കാൽമുട്ടുകൾ വിറയ്ക്കും. ബലമുള്ള തോൾ വളയുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടാലും എനിക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്നതല്ല. കിളിവാതിൽ കൂടി നോക്കുന്നവർ എന്ന് പറയുന്നത് എൻ്റെ കണ്ണുകളാണ്. മുമ്പിലത്തെ പോലെ കേൾവിയില്ല, കാഴ്ചയില്ല. ശബ്ദങ്ങളെല്ലാം മന്ദമായി മാത്രം കേൾക്കുന്നു. പുറമെയുള്ള മനുഷ്യൻ്റെ അവസ്ഥാവിശേഷങ്ങളാണിവ. കാണുന്നതോ താൽക്കാലികം. ഈ പുറമേ കാണുന്ന മനുഷ്യൻ അത്രയ്ക്കേ ഉള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ഇത് സാക്ഷിക്കുവാൻ സാധിക്കും. നമുക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ നാം രോഗം വരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. അപ്പോഴുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പലരും ആലോചിക്കുക പോലുമില്ല. പുറമെയുള്ള മനുഷ്യൻ അവൻ താൽക്കാലികനാണ്, ക്ഷണികനാണ്, ബലഹീനനാണ്. ഓരോന്നോരോന്നായി അടർന്നടർന്നു പോകുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ അകമയുള്ള മനുഷ്യൻ അവൻ ആത്മീയ മനുഷ്യനാണ്. ഇത് കാണാനും ഗ്രഹിക്കാനും പ്രയാസമാണ്. ദൈവത്തിന് വ്യക്തിത്വമുണ്ടെങ്കിലും അരൂപിയാണല്ലോ. ദൈവം ആത്മാവാകുന്നു. നാം അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അതെ, വയസ്സാകുവാൻ ആർക്കും ആഗ്രഹമില്ല. എന്നാൽ പ്രായാധിക്യം ആസ്വദിക്കുന്ന ചുരുക്കം ചിലരുണ്ട് കേട്ടോ. ലൗകികമായ ബദ്ധപ്പാടിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരായി സന്തോഷത്തോടെ ജീവിക്കുന്ന അനേകരുണ്ട്. വർഷങ്ങൾ ഓരോന്ന് കഴിയും തോറും കൂടുതലായി കർത്താവിനോട് അടുക്കുന്നവർ, കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ദിവസം അടുക്കുന്നല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് ഒട്ടും സ്ഥാനമില്ല. അവർ സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്നതിലും അധികം സന്തോഷം ഇപ്പോൾ റിട്ടയറായി വീട്ടിലിരിക്കുമ്പോൾ അനുഭവിക്കുന്ന അനേകർ. വീട്ടിലിരിക്കാൻ പോലും അവർക്ക് സമയമില്ല. ഓടി നടന്ന് കർത്താവിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു എന്ന് നാം വായിച്ചു. അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ഒരു പുതു ശരീരം തന്ന് അവൻ നമ്മെ ഉയർപ്പിക്കും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഈ കൂടാരത്തിൽ ഞാൻ ഞരങ്ങുന്നു, അല്ലാതെ എന്ത് ചെയ്യുമില്ലേ? പ്രായം കൂടുന്തോറും ഞരക്കം വർദ്ധിക്കും. കർത്താവ് ഒരു നാൾ നമ്മെ തൻ്റെ അടുക്കലേക്ക് വിളിക്കും. മധ്യാകാശത്തിൽ നാം അവനെ എതിരേൽക്കും. അവിടെ നാം അവനെ കാണും. അവൻ്റെ മുൻപാകെ നാം നിൽക്കുന്നത് നഗ്നരായിട്ടല്ല, നീതി എന്ന മേലങ്കി ധരിച്ചവരായിരിക്കും. അന്ന് ഇവിടുത്തെ വില കൂടിയ വസ്ത്രങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നീതി എന്ന മേലങ്കി ആയിരിക്കും നാം ധരിക്കുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്ന എല്ലാവർക്കും ഈ അങ്കി ലഭിക്കുന്നതല്ല. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവർ, അവർക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, എന്നാൽ ഈ അങ്കിയില്ല. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 24-15 വാക്യത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും. നമ്മുടെ കർത്താവ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-29 വാക്യത്തിൽ, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പ്രിയമുള്ളവരെ, നാം ഒരു നാൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ നീതി എന്ന മേലങ്കി ധരിച്ച് നിൽപ്പാൻ നമുക്ക് കഴിയുമോ? വ്യക്തിപരമായി താങ്കൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതില്ല എങ്കിൽ നാം പുറന്തള്ളപ്പെടും. ബൈബിളിൽ അനേകം ന്യായവിധികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കർത്താവ് കാൽവറിയിൽ ഏറ്റ ന്യായവിധി. അവൻ നമ്മുടെ ന്യായവിധി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. അതുകൊണ്ട് അവൻ ധൈര്യമായി പ്രസ്താവിക്കുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-24 വാക്യമാണ് ഞാൻ വായിച്ചത്. ഒന്നാമത്തെ ന്യായവിധി അങ്ങനെ നാം കാണുന്നു. 2, സ്വയം ന്യായവിധി. 1 കൊരിന്ത്യർ 11:31 നാം വായിക്കുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. മൂന്നാമതായി കർത്താവിൻ്റെ സ്നേഹശിക്ഷയെക്കുറിച്ച്, ബാലശിക്ഷയെക്കുറിച്ച് നാം വായിക്കുന്നു.
എബ്രായ ലേഖനം 12:6 നാം വായിക്കുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നുവെന്ന്. വേറൊന്ന്, 4-ാമതായി വിശ്വാസികളുടെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകുന്ന ന്യായവിധിയെക്കുറിച്ച് നാം വായിക്കുന്നു. പിന്നീട് ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ച് നാം കാണുന്നു. 6-ാമതായി ജാതികളുടെ ന്യായവിധിയെക്കുറിച്ച് നാം വായിക്കുന്നു. 7-ാമതായി വീണുപോയ ദൂതന്മാർക്കുള്ള ന്യായവിധിയെക്കുറിച്ച് നാം കാണുന്നു. 8-ാമതായി വെള്ളസിംഹാസനത്തിൽ നിന്നുള്ള അന്ത്യന്യായവിധി. നഷ്ടപ്പെട്ട എല്ലാവരും, അതെ, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവർ, നിരസിച്ചവർ, നിത്യനാശത്തിലേക്ക് പോകുന്ന ആ ന്യായവിധി, അവരെ അയക്കുന്ന ആ ന്യായവിധി. 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുമ്പോൾ ഒക്കെയും ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഞരങ്ങുവാൻ തോന്നുന്നുണ്ടോ? ആവാം. അത് വചനാടിസ്ഥാനം തന്നെ. ഈ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞരക്കമുണ്ടാകാം. ഇവിടെ പറയുന്നത്, ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അത് പാപം ചെയ്ത മനുഷ്യൻ്റെ ശരീരത്തിന് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ദാനമെന്നോ ശിക്ഷയെന്നോ ശാപമെന്നോ ഒക്കെ പറയാം. അതെ, ഈ ശരീരത്തിൽ നാം ഞരങ്ങുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. അഞ്ചാം വാക്യം, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അച്ചാരം തന്നിട്ടുണ്ടെങ്കിൽ അധികം അതിന് പിന്നാലെ ലഭിക്കും എന്നത് നിശ്ചയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ബലഹീന ശരീരത്തിൽ തന്നിരിക്കുന്നു. ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ നടത്തുന്നു. മഹത്വകരമായ ശുശ്രൂഷയില്ലേ? ഒരു നാൾ നാം ഈ കൂടാരം വിട്ട് മധ്യാകാശത്തിൽ അവനെ എതിരേൽപ്പാൻ പുറപ്പെടും. അതിനായി നമുക്ക് കാത്തിരിക്കാം, അതിനായി നമുക്ക് ഒരുങ്ങാം. 6-ാം വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. എൻ്റെ ശരീരം ഞാൻ ഇഷ്ടപ്പെടുന്നു, അതിൽ വസിപ്പാനും താല്പര്യപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം, ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പരദേശിയായി കഴിയണം. ശരീരം വിട്ടാൽ കർത്താവിനോട് ചേരാം. 7-ാം വാക്യത്തിൽ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ എന്ന കാര്യം നിശ്ചയം ആയിരുന്നു പൗലോസിന്. ഈ നിശ്ചയം പൗലോസിന് എങ്ങനെ ലഭിച്ചു? താൻ പറയുന്നത് വിശ്വാസത്താൽ നാം നടക്കുന്നു എന്നത്രേ. ദൈവത്തിൻ്റെ വചനം അതുപോലെ നാം വിശ്വസിക്കുന്നു. 8-ാം വാക്യത്തിൽ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ആത്മാവിന് മരണമില്ല എന്ന് മനസ്സിലാക്കണം. ആത്മാവ് കർത്താവിനോട് ചേരുന്നു, ശരീരം മാത്രം നിദ്രാവസ്ഥയിൽ ആകുന്നു. ശരീരത്തിന് രൂപാന്തരം വേണ്ടിയിരിക്കുന്നു. ഒരു തലമുറ മരണം ആസ്വദിക്കുകയില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോട് മടങ്ങി വരുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന തലമുറ, എന്നാൽ അവരുടെ ശരീരം രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. നിദ്ര കൊള്ളുന്നത് ശരീരം, ഉയർക്കുന്നത് ശരീരം തന്നെ. 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഉന്നതമായ ഒരു ലക്ഷ്യം വേണം, ഒരു ഉദ്ദേശം, ഒരു ദർശനം. ഒരു വലിയ മനുഷ്യൻ ആകുന്നതിനോ അല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിട്ടുള്ളൊരു ലക്ഷ്യം. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുണ്ടാകുമ്പോൾ മറ്റെല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് ക്രമമായി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
നമ്മെ പ്രിയനായവനിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ദൈവം മുൻപാകെ എനിക്കുള്ള പ്രാഗൽഭ്യം. ദൈവം ക്രിസ്തുവിൽ എന്നെ കാണുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ എനിക്കായി നൽകിത്തരുന്നു. അതുമാത്രമല്ല, അവന് അതെല്ലാമായി തീർന്നു. ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും എല്ലാം അവൻ എനിക്കായിട്ടായി തീർന്നു. അവൻ എൻ്റെ തികവായി. ദൈവം ക്രിസ്തുവിൽ എന്നെ കാണുന്നു. ഞാൻ അവനിൽ പൂർണ്ണനാണ്. പൂർണ്ണതയോട് എന്തെങ്കിലും കൂടി ചേർക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഒരു വ്യക്തിക്ക് 100% ഉണ്ടെന്നാൽ ആ വ്യക്തിക്ക് അത് മൊത്തം ലഭിച്ചു എന്നാണ് അർത്ഥം. വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ക്രിസ്തു ഉണ്ട്. അതുമാത്രമല്ല, നമ്മെ പ്രിയനായവനിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ദൈവം മുൻപാകെ ഓരോ വിശ്വാസിക്കുമുള്ള പ്രാഗൽഭ്യം ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതത്രേ. അവനാൽ അംഗീകരിക്കപ്പെട്ടു എന്നത് വേറൊരു കാര്യം. ഇത് നമ്മുടെ അവസ്ഥയും നാം നമ്മുടെ ജീവിതം നയിക്കുന്ന വിധത്തെയും സൂചിപ്പിക്കുന്നു. നാം ക്രിസ്തുവിനായിട്ടാണോ ജീവിക്കുന്നത്? അവനാൽ അംഗീകരിക്കപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹം നമുക്കുണ്ടോ? ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെടണമെന്ന വലിയ അഭിലാഷം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞതിനാൽ മറ്റെല്ലാവരെയും വലിച്ച് താഴെ ഇറക്കി നാം എല്ലാവരുടെയും മുകളിൽ കയറിയിരിക്കണമെന്ന അർത്ഥമല്ല കേട്ടോ. തങ്ങൾക്ക് തന്നെ ഒരു പേരുണ്ടാക്കുവാനുള്ള വ്യഗ്രതയിൽ ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകർ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലുണ്ടെന്നുള്ളത് ഒരു വാസ്തവം മാത്രം. ഈ പ്രവണതയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടതാണ്. നമ്മെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് ക്ഷതം വരുത്തുവാനല്ല എന്നോർക്കണം. ക്യാമ്പൽ മോർഗൻ എന്ന ഒരു സുപ്രസിദ്ധ വേദപണ്ഡിതൻ തൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നവുമായി മല്ലടിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കായി വിളിയുണ്ടാകുമ്പോൾ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സമയമായിട്ടാണ് അദ്ദേഹം ആ സമയത്തെക്കുറിച്ച് പറയുന്നത്. ദൈവം തന്നോട് ഇപ്രകാരം പറയുന്നതായി അദ്ദേഹത്തിന് തോന്നി: ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ വേർതിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇനിയും നിനക്ക് ഒരു വലിയ പ്രസംഗകനാകണോ അതോ എൻ്റെ ശുശ്രൂഷകനാകുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഡോക്ടർ മോർഗന് ആദ്യമുണ്ടായ ചിന്ത ഒരു വലിയ പ്രസംഗകനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനത്രേ. അതൊരു ഉന്നതമായ ലക്ഷ്യം തന്നെയാണ്. എന്നാൽ കുറേ സമയത്തിന് ശേഷം ദൈവം പഴയ ചോദ്യം തന്നെ അവനോട് ആവർത്തിച്ചു. ഒരു വലിയ പ്രസംഗകനാകുവാനാണോ എൻ്റെ ശുശ്രൂഷകനാകുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഒടുവിലായി ഡോക്ടർ മോർഗൻ അതിലേക്ക് വന്നു. താനൊരു തെരഞ്ഞെടുപ്പ് നടത്തിയേ മതിയാകൂ എന്നവൻ മനസ്സിലാക്കി. എന്നിട്ട് അവൻ പറഞ്ഞു: വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞാൻ മറ്റെന്തും ആകുന്നതിനേക്കാൾ അവിടുത്തെ ശുശ്രൂഷകനാകുവാൻ ആഗ്രഹിക്കുന്നു. ആരും അറിയപ്പെടാത്ത ഒരു പ്രസംഗകൻ ആയിരിക്കുവാൻ അവൻ തയ്യാറായി. ഇന്ന് എൻ്റെ അഭിപ്രായം പറയുകയാകുന്നുവെങ്കിൽ ദൈവം ഡോക്ടർ മോർഗനെ ഒരു ദാസൻ ആക്കിയെന്ന് മാത്രമല്ല, ഒരു വലിയ പ്രസംഗകനുമാക്കി. വലിയ വേദപണ്ഡിതൻ. ലോകമെങ്ങുമുള്ള ദൈവമക്കൾക്ക് ഇന്നും ഡോക്ടർ മോർഗൻ്റെ പഠനങ്ങൾ, അതെ, ബുക്കുകൾ വായിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് വലിയ ഒരു സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നാം ചിന്തിക്കാറുണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ ദൈവത്തിന് വേണ്ടി നാം ചിന്തിക്കുന്നത് പോലെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ആയിരിക്കണം എന്ന്. എന്നാൽ ദൈവം പറയുന്നത് നാം അവിടുത്തെ ശുശ്രൂഷകന്മാരായിരിക്കണം എന്നത്രേ. അതത്ര ദൈവം ആഗ്രഹിക്കുന്നത്. അത്രമാത്രം. ദൈവമേ, എന്നെ എടുത്ത് ഉടച്ചു വാർത്ത് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലുമായി രൂപപ്പെടുത്തണമേ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നാം എത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് ദൈവഹിതവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ ചേരാത്തതിനാൽ നാം കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുകയാണില്ലേ? ഇരമ്യാവിലൂടെ ദൈവം ഈ വചനം നൽകി. ഇരമ്യാപ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം: എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. അത് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നതാണ് ഇല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾക്കായി തന്നെ വലിയ കാര്യങ്ങളെ നേടുവാനുള്ള ശ്രമത്തിലാണോ? അതാണോ തത്രപ്പാട്? ഇന്ന് വളരെയേറെ അഭിലാഷങ്ങളുമായി മുൻപോട്ട് പോകുന്ന പ്രസംഗകരും പൂർണ്ണസമയ പ്രവർത്തകരും വിശ്വാസികളുമൊക്കെയുണ്ട്. ഒട്ടുമുക്കാലും ഇവരുടെ മനസ്സിലെ വലിയ ആഗ്രഹങ്ങളെ പരിശോധിച്ചാൽ അത് സ്വാർത്ഥപരമായ അഭിലാഷങ്ങൾ മാത്രമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. നമുക്കൊക്കെ സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന കാര്യം
എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്? പലർക്കും ലോകത്തിൻ്റെ അംഗീകാരമാകുന്നു വേണ്ടത്, അല്ലെങ്കിൽ പ്രശസ്തിയാകുന്നു ആവശ്യം. ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം എന്ന് അവർ ചിന്തിക്കുന്നത് തന്നെ ഈ ലോകത്തിൻ്റെ അംഗീകാരവും അതുപോലെ തന്നെ പ്രശസ്തിയൊക്കെയാണ്. അതിനുവേണ്ടി മാത്രം എന്നിട്ട് സമയം കളയാം. അതിനുവേണ്ടി ഏത് മാർഗവും അവലംബിക്കുവാൻ ഒരു മടിയുമില്ല. ഒരു നല്ല പങ്കും അവലംബിക്കുന്ന മാർഗങ്ങൾ ആത്മീയതയുടെ പരിവേഷമുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വരമുള്ള ആളുകളെയാണ് സമൂഹം ആദരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ തങ്ങൾക്കും ആ വരമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ഏതടവും പ്രയോഗിക്കുന്ന പ്രസംഗകർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇവർ വളരെയാണ്. അതേ പ്രിയ സഹോദര, പ്രിയ സഹോദരി, മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആത്മഹത്യാപരമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആത്മഹത്യാപരമാണ്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകൻ, ദാസൻ ആകുവാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാകുന്നു താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം താങ്കൾക്ക് പ്രതിഫലം നൽകുന്ന എന്തെങ്കിലും നേടുവാൻ താങ്കൾക്ക് സാധിക്കും. ഈ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. അവൻ്റെ ദാസൻ മാത്രമാണ് ഞാനെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ട് എന്തുമാത്രം പോരാട്ടമാണ് ഹൃദയത്തിലുള്ളതെന്നറിയാമോ? കാരണം ജഡം അതിനനുവദിക്കില്ല. ജഡം അതിൻ്റേതായ വഴികളും കൊണ്ട് എപ്പോഴും വരും. താഴ്മ തോന്നുന്ന ഒരവസരമുണ്ടെങ്കിൽ നിഗളിച്ചിരിക്കുന്നതാണ് ബാക്കിയുള്ള 10 അവസരങ്ങൾ. എപ്പോഴും ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം കൊണ്ട് മാത്രമാണ്. പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള ജീവിതം, അതാണ് ആവശ്യം. ദൈവത്താൽ നയിക്കപ്പെടുന്ന അതിമഹത്തായ അനുഭവം. ഇന്ന് ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ ഈ പുറമേയുള്ള ഈ കൂടാരം ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ ശക്തിപ്പെടുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് വേറൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.